ഹായ്, എൻ്റെ പേര് മിലൻ. എൻ്റെ പേര് രേവതി. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. അതെ. കല്യാണം കഴിച്ചതിന് ഓർമ്മയുള്ളൂ, ഭയങ്കരമായിട്ട് വൈറലായി. ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ നല്ലൊരു അതിന് നല്ല ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതിന് എനിക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചതിന് കൂടുതലായിട്ട് വീഡിയോ വൈറലായിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേര് ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യണത്. നമ്മൾ ഈ വീഡിയോ കറക്റ്റ് ഒരു എന്താ പറയുക, ഓരോ പാട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സെൽഫ് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മിലൻ എന്നാണ്. ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. പ്ലസ് എനിക്കൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ വേണം. രാഹുൽ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താ പറയുക, ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ആൾ അത്യാവശ്യം കോൺസെപ്റ്റും ഇതൊക്കെ ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ ബ്രദറാണ്. ഞാനൊരു ഹലും കൂട്ടാണ് ഞങ്ങൾ വെഡ്ഡിങ് കമ്പനി ചെയ്യുന്നത്. ആർസ്റ്റോസ് എന്നാണ് ഞങ്ങൾ വെഡ്ഡിങ് കമ്പനിയുടെ പേര്. ഞാൻ രേവതി. ഞാൻ നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇപ്പോൾ കല്യാണത്തിൻ്റെ കേസ് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചു കൂടുതൽ റീച്ച് ആയിട്ടിരിക്കുന്നത്. ആളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. പക്ഷേ ആളിപ്പോൾ പബ്ലിക് ആക്കിയിട്ട് ഇപ്പോൾ 25-30 മില്യണൊക്കെയാണ് റീച്ച് എടുക്കുന്നത്. എൻ്റെ അക്കൗണ്ട് ഇതേപോലെ ഓൾമോസ്റ്റ് 20 മില്യൻ്റെ അടുത്ത് റീച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളെ സ്റ്റോറി പറയാം. അപ്പോൾ എന്താ പറയുക, റിലേഷൻഷിപ്പ് ആയ സ്റ്റോറി ഏതൊക്കെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഡോക്യുമെൻ്ററി വീഡിയോ ഒക്കെ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. റിലേഷൻഷിപ്പായി ഞങ്ങൾ ചെറുപ്പം തൊട്ട് പറയുന്ന ആൾക്കാരാണ്, വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. അതിൽ നിന്ന് വരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 800, എൻ്റെ പഴയ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി ഉണ്ടെങ്കിലും ഒരു 1 കിലോമീറ്റർ ഉണ്ടെങ്കിലും പുതിയ വീട്ടിൽ നിന്ന് 800 മീറ്റേഴ്സ് ഉള്ളൂ അവളെ വീട്ടിലേക്ക്. ചെറുപ്പം തൊട്ട് അറിയാം, പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ ഞാൻ പുറത്തായിരുന്നു, 1 വർഷം ബഹ്റിനിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി കണ്ടു. ആളിങ്ങനെ എന്താ പറയുക, ആളുടെ കോട്ടൊക്കെ ഇട്ട് ഇരിക്കണത് ഇങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ രേവതി എന്ന് കണ്ടപ്പോൾ നാട്ടിലുള്ളൊരു പെങ്കുച്ചി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് തന്നെ ഓർമ്മയുള്ളൂ. പിന്നെ അതങ്ങോട്ട് മെസ്സേജ് അയച്ചു. എവിടെയും കിട്ടാത്തൊരു കണക്ഷൻ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് ആയത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയില്ല എങ്ങനെ ആയെന്നുള്ളത്. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. എന്താ പറയുക, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ റിലേഷൻഷിപ്പിലായി അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾ വന്നു, നമ്മളൊരു വേറൊരു മെൻറ്റർ തന്നെയാണ്. ആൾ വന്ന് ഇങ്ങനെ സംസാരിച്ചു. അതിനിടയിലൊരു ആൾ കയറി എന്താണ് അങ്ങനെ അതിനിടയിൽ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ വീണ്ടും ഞങ്ങൾ തമ്മിലിങ്ങനെ ആലോചിച്ചു. അപ്പോൾ റിലേഷൻഷിപ്പ് ആവണമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ അതാണ് ഞങ്ങൾ കൂടുതൽ അടുക്കള ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കാരണം എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ഒരു റിലേഷൻഷിപ്പാണ് അത്. പിന്നെ ഞങ്ങളങ്ങനെ ലവേഴ്സായിട്ട് അധികം നാൾ നടന്നിട്ടൊന്നുമില്ല. ഡയറക്റ്റ് വീട്ടിൽ പറഞ്ഞു, വീട്ടുകാരും ഓക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണം പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിയിൽ കല്യാണം പ്രൊസീഡ് ചെയ്തു. ഇപ്പതാ 1 വീക്കായില്ലേ കല്യാണം വീക്കായില്ലേ. സമയം പെട്ടെന്ന് പോകണം. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലൈഫിലെ പല കാര്യങ്ങളും ചേഞ്ചസും റിലേഷൻഷിപ്പിൽ അതിനേഷം ഉണ്ടായുള്ളതാണ്. പിന്നെ കല്യാണം ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോഗ്രാഫർ ആയതിക്ക് ഞാൻ ഒരുപാട് വെഡ്ഡിങ്സ് എടുക്കണതാണ്. അപ്പോൾ എനിക്ക് ഈ ക്രൗഡഡ് ആയിട്ടുള്ള വെഡ്ഡിങ്സ് എടുത്തിട്ട് എനിക്ക് ഓൾറെഡി ഇങ്ങനെ മെൻ്റലി ഇങ്ങനെ പ്രാന്താണ്. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് അങ്ങനെ ആവരുത്. എനിക്ക് എന്താ പറയുക, എൻ്റെ താലികെട്ട് അല്ലെങ്കിൽ ആ മൊമെൻറ്റ് എനിക്ക് എൻജോയ് ചെയ്യണം ഭയങ്കരമായിട്ട്. എനിക്കത് ഫീൽ ചെയ്യണം. അപ്പോൾ റിസപ്ഷൻ ബാക്കി വരെയുള്ളതൊക്കെ കിട്ടും. വെഡ്ഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതിൽ 3000 പേരാണ് പരിപാടി നടന്നത് വെഡ്ഡിങ്ങിന്. അതിന് ബ്രൈഡ്, എൻ്റെ ഫ്രണ്ടാണ് ബ്രൈഡ്, വൈഷ്ണവി എന്നാണ് പേര്. ബ്രൈഡ് സ്റ്റേജിലിരുന്നിട്ട് താലി കിട്ടുമ്പോൾ മാറ് അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഇതാണ് വെഡ്ഡിങ്, എന്തെങ്കിലും ഒരു ഫീല് വേണ്ട വെഡ്ഡിങ്ങിന്. ഇത് വരണവരും പോണവരും വരിക, എന്തൊക്കെ ചെയ്യണം, ബഹളം വെക്കണം, പോകണം, നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവണം ഫോട്ടോഗ്രാഫേഴ്സും. അപ്പോൾ വെഡ്ഡിങ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. സംഭവം ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പ്ലാൻ ചെയ്തു. പക്ഷേ അടിപൊളിനപ്പുറം ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഇറങ്ങുന്ന ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ. കാരണം അത്ര റീച്ചായി വീഡിയോ എല്ലാം. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്.